എൻസിപി തീരുമാനിച്ചിട്ടും വനം മന്ത്രിയെ മാറ്റാൻ പാർട്ടി നേതൃത്വം തടസ്സം നിൽക്കുന്നുവെന്ന് ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുള്ള സ്തുതിഗീതത്തിനെതിരെയും പ്രതിനിധികൾ രംഗത്തെത്തി. മുൻനിരയിലുള്ള നേതാക്കൾ ആഡംബര ജീവിതം നയിക്കുന്നുവെന്നും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം സമൂഹ മാധ്യമങ്ങളിൽ ഒതുങ്ങുന്നുവെന്നും വിമർശനം. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ എന്തൊക്കെ വിമർശനങ്ങളാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നത്? ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ വീണ്ടും വിമർശനം ഉയരുകയാണ്. പ്രതിനിധികൾ വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെയാണ് വിമർശനം ഉയർന്നത്. മുഖ്യനിരയിലുള്ള നേതാക്കൾ ആഡംബര ജീവിതം നയിക്കുകയാണ്. ഈ പണപ്പിരിവ് നടത്തുന്നത് ആരൊക്കെയാണെന്നുള്ളത് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ഭീഷണിയുള്ളത് കൊണ്ടാണ് ഇക്കാര്യം പുറത്തു പറയാൻ മടിക്കുന്നതെന്നും വിമർശനം ഉയരുന്നുണ്ട്. ഡിവൈഎഫ്ഐക്കും വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം സമൂഹ മാധ്യമങ്ങളിൽ ഒതുങ്ങുന്നു. ഒപ്പം തന്നെ പണം പിരിച്ച കടകളിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങി വിതരണം ചെയ്യുന്ന ആ ഒരു പ്രവണത ശരിയല്ല. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പൊതിച്ചോറുകളാണ് വിതരണം ചെയ്യുന്നത് എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. എൻസിപി തീരുമാനിച്ചിട്ടും വനംവകുപ്പ് മന്ത്രിയെ മാറ്റാൻ സിപിഎം തടസ്സം നിൽക്കുന്നു. പലപ്പോഴും ഇത് ഒരു പരിഹാസ രൂപേണയാണ് ആളുകൾ വീക്ഷിക്കുന്നതെന്നും വിമർശനമായി പറയുന്നു. വ്യക്തിപൂജയ്ക്കെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുള്ള സ്ഥിതിഗതിയിലായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം 1.5 കോടി രൂപ പിരിച്ചിട്ടും SFI ജില്ലാ ഓഫീസായി ധീരജ് സ്മാരക മന്ദിരം നിർമ്മിച്ചിട്ടില്ല. കണ്ണൂർ കമ്മിറ്റി മന്ദിരമണിത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിമർശനവും ഇന്ന് ഉയർന്നിട്ടുണ്ട്. ശരി, സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ജില്ലാ സമ്മേളനത്തിലും രൂക്ഷമായ വിമർശനമാണ് നേതാക്കൾക്കെതിരെ ഉയർന്നു വന്നത്.